ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന് മുമ്പ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വീഡിയോ ആയിട്ട് ഇടണം എന്ന് തോന്നി, അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാപ്റ്റൻസിയുടെ ടാസ്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടാസ്കിൻ്റെ പേര് വന്നത് ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും എന്നാണ് ടാസ്കിൻ്റെ പേര് വരുന്നത്. ഇത് വായിക്കാൻ പോയത് അപ്പാനി ശരത്താണ് വായിച്ചത്. അപ്പോൾ ഇത് വായിച്ച സമയത്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആരാണോ ക്യാപ്റ്റൻ ആവാൻ അർഹനല്ലാത്തെന്ന് തോന്നുന്ന വ്യക്തി, അയാളുടെ മുഖത്തേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് ഷേവിംഗ് ഫോം ചെയ്തതിന് ശേഷം, അയാൾക്ക് പ്രൊട്ടക്ഷനായിട്ടുള്ള പഞ്ഞി കണ്ണാടിയൊക്കെ വെച്ചതിന് ശേഷം അയാളുടെ മുഖത്തേക്ക് ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ഷേവിംഗ് ഫോം തേക്കുക. എന്നിട്ട് അയാളുടെ പേര് പറഞ്ഞതിന് ശേഷം ഇത് തേക്കുക, എന്നിട്ട് അതിൻ്റെ കാരണവും വ്യക്തമാക്കുക. അങ്ങനെ ഇഷ്ടം പോലെ നമ്മുടെ അനീഷിനെ കിട്ടിയിട്ടുണ്ട്. കാരണം തുടക്കം മുതൽ അയാൾ വെറുപ്പിക്കുന്നത് കൊണ്ടും അയാൾ രാവിലെ കുറേ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയുണ്ട്. അതെല്ലാം ഞാൻ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫോം കിട്ടാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അതായത് ഒനീല്, അപ്പാനി, അഭിശ്രീ, RJ, ബെൻസി, അങ്ങനെ ഷാനവാസ്, ആര്യൻ, ജിസേൽ, അങ്ങനെ കുറച്ച് ആൾക്കാർ, സരിക, ഇവർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരോടൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ബിഗ് ബോസ് അപ്പോൾ പറഞ്ഞൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത്, നിങ്ങൾ ടാസ്ക് ലെറ്റർ കറക്റ്റായിട്ട് വായിച്ചില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയുക, ആരാണ് ക്യാപ്റ്റൻ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡായി, ഞാനും കൺഫ്യൂസ്ഡായി. കാരണം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എഡിറ്റഡ് അല്ലല്ലോ. ഞാനും ആലോചിച്ചോ ഇതെന്താ ഈ കളി എന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നി അനീഷായിരിക്കും. ഓഫ്കോഴ്സ് അനീഷായിരുന്നു. എല്ലാവരും ഞെട്ടി, ഞാൻ ഉൾപ്പെടെ ഞെട്ടി കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയ ആളാണ് ക്യാപ്റ്റൻ ആവുക. എങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ആളെന്ന് പറഞ്ഞ അനീഷാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് അനീഷ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പുള്ളിയുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി 4 ടീമിനെ, നോർമലി നമ്മൾ 4 ടീമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അനീഷാണ്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ലെറ്റർ വായിച്ചത് ശരത്തപ്പാനെയാണ്. ഫസ്റ്റ് ക്യാപ്റ്റൻ ആയത് നമ്മുടെ അനീഷാണ്. സോറി കേട്ടോ, ഇടയ്ക്ക് എല്ലാവരുടെയും കൂടെ പേരായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു ഞാൻ. അപ്പോൾ 4 ടീം എന്ന് പറഞ്ഞാൽ കിച്ചൺ ടീം, ഫ്ലോർ ടീം, ബാത്റൂം, വെസൽ, ഇങ്ങനെ 4 ടീമാണുള്ളത്. ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത് 4 പേരാണ്. കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് 4 പേരാണ്. ആദ്യം കുക്കിംഗ് അറിയാവുന്നവർ ഉണ്ടോയെന്ന് ചോദിച്ച് കൈപൊക്കാൻ പറയുന്നുണ്ട് അനീഷ്. പക്ഷേ ആ സമയത്ത് ഒനിയിൽ നമ്മൾ ഓൾറെഡി അറിയാമല്ലോ, പുള്ളി കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. പുള്ളി ആദ്യമാണ് പറയുന്നത്. അപ്പോൾ പുള്ളി കൈപൊക്കുന്നത്. അപ്പം അനീഷ് പറഞ്ഞാൽ അങ്ങനെ അറിയാവുന്ന, ചെറുതായിട്ടെങ്കിലും അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അത്രയും നല്ലതല്ല, അതാണ് നല്ലത്. അങ്ങനെ 4 പേരായിട്ട് ഒനിയിൽ വന്നിട്ടുണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ടായിരുന്നു, ബിന്നി, സരിക. ഇവരാണ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത് ആദിലയും നൂറയും എപ്പോഴും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക. അവർ 2 ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആദില, നൂറ, ജിസൈൽ, രേണു, അനു, ഇവരാണ് ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് ഫ്ലോറിൻ്റെ ടീമിൽ ഉണ്ടാവുക. ബാത്റൂമിൽ ഉണ്ടാവുക നെവിൻ ഉണ്ടാവും, ശരത്ത്, ആര്യൻ, അക്ബർ, രണ, ഇവരാണ് ബാത്റൂമിൽ ഉണ്ടാവുക. വെസൽ ടീമിൽ ഉണ്ടാവുന്നത് RJ, ബിൻസി ഉണ്ടാവും, അഭിശ്രീ, ഷാരിക, ഷാനവാസ് ആൻഡ് ശൈത്യ. ഇത്രയും പേരാണ് ഉണ്ടാവുക. ആക്ച്വലി ക്യാപ്റ്റൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ടീം സെലക്ഷനൊക്കെ സൂപ്പറായിരുന്നു. നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ലൈവിലൂടെ അറിയിക്കുന്നതായിരിക്കും. പറ്റുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.